ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ കോഴിയുടെ റെസിപ്പിയാണ്. വ്യത്യസ്തമായ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അധിക ദിവസം സ്റ്റോർ ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നോമ്പ് തുറക്ക് ഇതൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ടിക്ക മസാല ആയതുകൊണ്ടാണ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. അടുത്തത് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അടക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പൊടി കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ അതാ പൊടി ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ മിക്സിംഗ് ഒക്കെ ശരിക്കും നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ മാവ് വല്ലാണ്ട് ലൂസായി പോവും. പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ ഒരുപാടൊന്നും കുഴയ്ക്കേണ്ട, അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ മസാലയൊക്കെ ശരിക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോവും. ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ശരിക്കും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. ചിക്കൻ ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഞാനിവിടെ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യാം. കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിയുടെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ ബൈറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വല്ലാണ്ട് അങ്ങോട്ട് നൈസാക്കി കട്ട് ചെയ്ത് ചെറിയ ചങ്ക്സ് ഒക്കെ ഉണ്ടാവണം. ഇപ്പോൾ ഇതാ ഇതുപോലെയാട്ടെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ചിക്കൻ്റെ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് നൈസാക്കി കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കോഴിയോട് ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ വഴറ്റിയിട്ടില്ല ചേർത്ത് കൊടുക്കൽ. ഇതിൽ നമ്മളെല്ലാം വഴറ്റാണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ചിക്കൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മാവ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അടൻ്റെ സൈസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഓരോരോ മാവ് എടുത്തിട്ട് ഒരു പൂരിൻ്റെ സൈസിൽ വേണം ഇത് പരത്തിയെടുക്കാൻ.
ഇനി നമുക്കൊരു കട്ടറോ അതോ ഇതുപോലത്തെ ഒരു പാത്രമോ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാനാട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ മാവും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ് തുടങ്ങാം. ഇനി നമുക്ക് ഓരോരോ പരത്തി വെച്ച മാവ് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ സൈഡിൽ മൈദപ്പൊടിൻ്റെ പേസ്റ്റോ വെള്ളമോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാണ്ടാണ് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിൻ്റെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവിലും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇംപ്രഷൻസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ഇതിന് ഭംഗിയിലൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഫില്ലിങ്സ് ഒന്നും പുറത്തേക്കും വരില്ല. ഇപ്പോൾ ദാ ഞാൻ എല്ലാ പരത്തി വെച്ച മാവും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അടമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ ഒരുപാട് അങ്ങോട്ട് ചൂടാകുമ്പോൾ നമുക്കിത് ക്രിസ്പിയായി കിട്ടൂല. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ടിക്ക കോഴിയട റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും കഴിക്കുമ്പോൾ നല്ല ജ്യൂസിയും ആയിട്ടുള്ള കോഴിയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.